രോഹിത് ഭായ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെൻഡുലം വെച്ചിട്ട് ഒരു ഫോട്ടോയിൽ എനർജി എടുക്കുന്ന കാണിച്ചു. കഴിഞ്ഞ ആഴ്ച നടന്ന 2 സംഭവങ്ങൾ ഞാൻ പറയാം. ഈ 18 വർഷമായിട്ട് അവരുടെ ശരീരത്തിലിരിക്കുന്ന 43 വയസ്സുള്ള ഒരു ആണാണെന്ന് വെളിപ്പെടുത്തിയിട്ട് പുറത്തേക്ക് വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയം എന്ന് വെച്ചാൽ അതിനുശേഷം ഈ സ്ത്രീയുടെ ശരീരത്തിൽ 15 വയസ്സ് തുടങ്ങി 33 വയസ്സ് വരെ 18 വർഷം അതിരിക്കുക. ക്യാൻ യു ഇമാജിൻ? ഭർത്താവ് എടുത്തിരിക്കുക. ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ എന്താ ഉദ്ദേശം എന്ന് ഉദ്ദേശിച്ചപ്പോൾ കൊല്ലാനാണ്. ആരെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ കൊല്ലാനാണ്. താന്ത്രിക പ്രയോഗമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ താന്ത്രിക വിധി പ്രകാരമാണ് ചെയ്യുന്നത്. നമ്മളവിടെ കളം വരയ്ക്കുകയോ അല്ലെങ്കിൽ അവര് കൊടുക്കുന്നത് താന്ത്രിക വിധി പ്രകാരമാണ്. ശരിക്കും അത് താന്ത്രിക വിധിയാണ്. ശരിക്കും കർമ്മദോഷം എടുത്ത് മാറ്റാം, ഇത്ര രൂപ തന്നാൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്. മാറ്റാൻ കഴിയില്ല. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിനോ ജോൺ സാറാണ്. സാർ നമസ്തേ. നമസ്തേ സാർ, നമ്മൾ ഒരുപാട് പല എപ്പിസോഡുകൾ എടുത്തിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലും നിലനിൽക്കുന്നൊരു വിഷയമുണ്ട്. നമ്മൾ ഒരുപാട് ഹീലർമാരെ എല്ലാം പലരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ ഒരു ഹീല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന സമയത്ത് വഴിപാടുകൾ ചെയ്യുന്ന സമയത്ത് എല്ലാം റെഡിയായി പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ പിന്നെയും ആ പ്രശ്നം അതിലും വലിയ പ്രശ്നമായിട്ട് വീണ്ടും വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനകത്തെല്ലാം ഒരുപാട് പണം വാങ്ങി ചെയ്യുന്ന രീതിയിലേക്ക് പല ഇപ്പോൾ ഹീലിംഗ് തന്നെ 21 ദിവസം, 90 ദിവസം, ഇപ്പോൾ 101 ദിവസം, അങ്ങനെ ഇത്ര ദിവസം കൊടുക്കണമെന്നുണ്ടോ ഹീലിംഗ്? ഏതായത് റേക്കിയിലോ അല്ലെങ്കിൽ ഹീലിംഗ് മൊഡാലിറ്റിയിലോ അങ്ങനെ ഇത്ര ദിവസം കൊടുത്തെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾ മാറൂ, ഹീലിംഗ് ശരിയാവൂ, അങ്ങനെ എന്തെങ്കിലും സിസ്റ്റങ്ങളുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മളിത് പറയുമ്പോൾ പല ഹീലേഴ്സിനും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല. ഞാനിപ്പോൾ എൻ്റെ ഈ 10-15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റേക്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ജന്മനാ നമ്മിലേക്ക് വരേണ്ട യൂണിവേഴ്സൽ എനർജിയാണ്. പ്രാപഞ്ചികമായ ഊർജ്ജപ്രകാശം നമ്മിലേക്ക് വന്നാൽ മാത്രമാണ് ഒരാൾക്ക് ഹീലർ ആവാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ അതല്ല, ഹീലിങ്ങിന് ചെല്ലുന്നവർ ഹീലിംഗ് പഠിപ്പിക്കുന്ന അവസ്ഥയാണ്. എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നു. അവർ ഹീലിങ്ങിൻ്റെ 3 ലെവലും കഴിഞ്ഞു. അവർക്ക് നല്ല ഇൻഡ്യൂഷനുള്ള ലേഡിയാണ്, ഹീലിങ്ങിനുള്ള ചെറിയ എബിലിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഹീലിങ്ങിനായിട്ട് അവർക്കൊരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നം തീർക്കാതെ അവർ ഹീലിംഗ് പഠിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. മാത്രമല്ല പലപ്പോഴും റേക്കി മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാവാം ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ ബാധാദോഷമുള്ളൊരു ലേഡിയാണ്. ആ ലേഡി ഒറ്റ ഹീലിങ്ങിൽ ഒരു തവണത്തെ ഹീലിംഗ് ഫീസ് അവർ തന്നിട്ടുള്ളൂ. പക്ഷെ അതിൽ തന്നെ ഒരു പ്രശ്നം തീർന്നു. പിന്നെ എന്തിനാണ് 90 ദിവസത്തെ ഹീലിംഗ്? പിന്നെ എന്തിനാണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഈ ചെയ്യുന്ന ഹീലർക്ക് യഥാർത്ഥത്തിലുള്ള പവർ ഇല്ല, യൂണിവേഴ്സൽ എനർജി ആയിട്ടുള്ള താതാത്മ്യം പ്രാപിക്കാനുള്ള കഴിവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. ഇപ്പോൾ ചിലർ എൻ്റെ അടുത്ത് വന്ന് പറ്റിക്കപ്പെട്ട ആൾക്കാരുണ്ട്. 80,000 രൂപയും 50,000 രൂപയൊക്കെ 21 ദിവസത്തെ ഹീലിംഗ്, 7 ദിവസത്തെ ഹീലിംഗ്, 14 ദിവസത്തെ ഹീലിംഗ്, 90 ദിവസത്തെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളുടെ അടുത്ത് 2-3 തവണ ഹീലിംഗ് കഴിയുമ്പോൾ മാറുന്ന കേസുകൾ 90 ദിവസം ഹീൽ ചെയ്യണം. പിന്നെയുണ്ട് വേറെ തട്ടിപ്പ്, കർമ്മദോഷം എടുത്ത് മാറ്റാം, ഇത്ര രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്. കർമ്മദോഷം മാറ്റാൻ കഴിയില്ല. കർമ്മദോഷം എടുക്കണമെങ്കിൽ ഞാൻ ദൈവമായിരിക്കണം, യൂണിവേഴ്സ് ആയിരിക്കണം, പ്രപഞ്ചത്തിനെ അത് ഇപ്പം രാഹുൽ എന്നൊരു വ്യക്തി ഭൂമിയിൽ ജനിച്ചു വീണു, ബിനോയ് ജോൺ എന്ന് പറഞ്ഞൊരു വ്യക്തി ഭൂമിയിൽ ജനിച്ചു വീണു. നമ്മൾക്ക് നമ്മളേതായ കർമ്മങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കാനുണ്ട്. അത് വേറെ ആളങ്ങ് മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയാണ്. ഇനി അഥവാ മാറ്റാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ആ കർമ്മം അയാൾ ഏറ്റെടുക്കണം എന്നാണ്. ഇപ്പോൾ രമണ മഹർഷിയെ പോലുള്ള മഹാന്മാരായിട്ടുള്ള മഹർഷിമാർ പോലും പലരുടെയും ദോഷങ്ങളെടുത്ത് മാറ്റിയതിന് ശേഷം അത് അവരുടെ ശരീരത്തിൽ വലിയ അസുഖങ്ങളായിട്ട് പരിണമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹീലർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നേ ഞാൻ പറയുള്ളൂ. ഈ റേക്കിയിൽ ഒരിക്കലും 21 ദിവസത്തെ ഹീലിംഗ്, നമ്മൾ സെൽഫ് ഹീലിംഗ്, അതായത് നമ്മൾ ഫസ്റ്റ് ലെവൽ കൊടുക്കുന്ന ഒരാൾ 21 ദിവസം സെൽഫ് ഹീലിംഗ് നടത്തുന്നു പറയാറുണ്ട്. അതല്ലാതെ 21 ദിവസത്തെ ഹീലിംഗ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഹീലർ ചെയ്യാതെ ഹീലറിൻ്റെ ശിഷ്യയെ കൊണ്ടോ അല്ലെങ്കിൽ ശിഷ്യന്മാരെ കൊണ്ടോ ചെയ്യിക്കുക, എന്നിട്ട് ഹീലർ മാറി നിൽക്കും. ഇതിന് ഫലം കിട്ടില്ല. ഇപ്പോൾ നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ഫലം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ എത്തുമ്പോൾ മാസ്റ്റർ ഹീലറുടെ അടുത്തേക്ക് പോകുന്നു, അപ്പോൾ ഒരു വലിയ എമൗണ്ട് വാങ്ങിക്കുന്നു. ഇതെല്ലാം തട്ടിപ്പാണ്. ഇത് ഒരാളെങ്കിലും വിളിച്ചു പറയണമെന്ന് തോന്നിയുകൊണ്ടാണ്. കാരണം എൻ്റെ അടുത്ത് ഇതുപോലെ തട്ടിക്കപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. കാരണം എൻ്റെ അടുത്ത് വരുമ്പോൾ അവരിൽ പൈസ തരാനില്ല. പിന്നെ ഞാനൊരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്ന, ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി എന്നോട് സത്യം വിളിച്ചു പറഞ്ഞു. ഏത് ഹീലറാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം അത് എൻ്റെ അന്തസ്സിന് ചോദിച്ചൊരു കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഹീലർ 50,000 രൂപയാണ് മേടിച്ചത് ഹീൽ ചെയ്യാൻ വേണ്ടി മാത്രം. 50,000 രൂപ വാങ്ങിച്ചു. വല്ല ഫലമുണ്ടോ? 3 മാസമായിട്ട് വിളിയില്ല, ഒന്നുമില്ല, ഹീൽ ചെയ്തോന്നൊരു മെസ്സേജ് പോലും ഇല്ല.
തട്ടിക്കപ്പെട്ടു എന്നല്ല എൻ്റെ അർത്ഥം, പറ്റിക്കപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് മിനിമം ഒരു എമൗണ്ട് അടച്ചിട്ടാണ് ഇസ്രായേലിൽ നിന്ന് എന്നെ വിളിച്ച് പറയുന്നത്, സാറേ ഇങ്ങനെ തട്ടിക്കപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, സൗകര്യം വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം. ഒരു ഹീലിങ്ങിൽ തന്നെ അവർക്ക് എഫക്റ്റ് കിട്ടുകയും ചെയ്തു. രണ്ടാമത്തെ ഹീലിങ്ങിന് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഹീലിങ്ങിൽ ഒരിക്കലും ഒരു ഫാസ്റ്റ് ആൻഡ് ഹാർഡ് റൂൾസ് ഒന്നുമില്ല. അതായത് 80 ദിവസത്തെ ഹീലിംഗ്, 90 ദിവസത്തെ ഹീലിംഗ്, 21 ദിവസം, അങ്ങനെയൊന്നുമില്ല. ഹീലിംഗ് ചെയ്യുന്ന എല്ലാവരും പ്രശ്നങ്ങൾ മാറണമെന്നുണ്ടോ? അതായത് അത് ഹീലറുടെ കഴിവും കൂടി പോലെ ഇരിക്കും. ഒരു ഹീലർക്ക് നല്ല യൂണിവേഴ്സുമായിട്ട് ബന്ധമുള്ള നല്ല പവറുള്ള ഒരു ഹീലറാണെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും റേക്കി, പ്രാണിക് ഹീലിംഗ് ഇതൊക്കെ തന്നെ ഒരു ട്രെയിനിങ് പോലെ പഠിപ്പിക്കുകയാണ് ആളുകൾ. അപ്പോൾ ഒരു ട്രെയിനർ പഠിപ്പിക്കുന്നു, ആ ട്രെയിനർക്ക് പോലും മര്യാദയ്ക്ക് അറിയില്ല. ഞാൻ ട്രെയിനർ എന്ന് തന്നെ പറയും, ഹീലർ എന്ന് പറയില്ല. കാരണം ഹീലറാണെങ്കിൽ ഹീൽ ചെയ്യാൻ പഠിക്കണമല്ലോ. ഇത് ഹീലിംഗ് അറിയാത്തവരാണ് പഠിപ്പിക്കുന്നത് പലപ്പോഴും, അവർക്ക് തന്നെ ധൈര്യമില്ല. അപ്പോൾ പഠിപ്പിക്കുന്ന ഹീലേഴ്സിന് തന്നെ എൻറ്റിറ്റി കേസുകൾ, ബാധ ഉള്ള കേസുകൾ എടുക്കുന്ന പോലുമില്ല അവർ പറയുകയും ചെയ്യും. ഇപ്പം എന്നെ പഠിപ്പിച്ചപ്പോൾ പ്രാണിക് ഹീലിംഗ് പഠിപ്പിച്ച ആൾ എന്നോട് പറഞ്ഞത്, ബാധകളൊന്നും എടുക്കരുത് വിനോയ്, അത് ഭയങ്കര പ്രശ്നമാണെന്നാണ്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതൊരു ലോക്കല്ലേ, നമ്മൾ വളരാതിരിക്കാൻ പറയുന്ന ഒരു ടെക്നിക്കല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അതുപോലുള്ള 3-4 ഹീൽ ചെയ്തപ്പോൾ എനിക്ക് ഫലം കിട്ടി. ഫലം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ നമ്മൾ തട്ടിക്കുകയാണെന്നാണ്. അപ്പോൾ റേക്കി പഠിപ്പിക്കുന്ന ചില ആൾക്കാർ പറയും പ്രാണിക് ഹീലിംഗ് പഠിക്കാൻ പാടില്ല, പ്രാണിക് ഹീലിംഗ് പഠിപ്പിക്കുന്നവർ പറയും റേക്കി പഠിക്കാൻ പാടില്ല. ഇത് ശുദ്ധ മണ്ടത്തരമാണ്. ഇത് രണ്ടും പഠിച്ച വ്യക്തിയാണ് ഞാൻ, എനിക്ക് ഒരു ദോഷവും വന്നിട്ടില്ലല്ലോ. ഈ 2 മെത്തേഡ് ഞാൻ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹീലിങ്ങിൽ പല സാധാരണ വ്യക്തികൾക്കും ഇതിനെക്കുറിച്ച് പഠിക്കാത്തതോ എക്സ്പീരിയൻസ് ഇല്ലാത്തതോ ഉള്ള ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അതേപോലെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഹീലിങ്ങിന് വലിയ തുകകൾ വേണോ, ആവശ്യമുണ്ടോ? കാരണം ഇന്ന് പലരും വലിയ തുകകളാണ് ഇതിനെല്ലാം ആവശ്യപ്പെടുന്നത്. കാരണം ഇവരെല്ലാം മാസ്റ്റർ ഹീലേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പോൾ വലിയ തുകകളാണ് ഇതിനെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ തുക കൊടുക്കേണ്ടതുണ്ടോ ഹീലിങ്ങിന് വേണ്ടി? അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഹീലിങ്ങിൽ മാറുന്നില്ലെങ്കിൽ 2-3 ഹീലിംഗ് അല്ലെങ്കിൽ 4 ഹീലിംഗ്, അതിൽ കൂടുതൽ എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല, ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഫലം കിട്ടുന്നുണ്ട്. ഫലം കിട്ടാതെ വരുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നതും കൂടുതൽ വാങ്ങിക്കുന്നതും. ഇത് ചെല്ലുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ അടുത്ത് വന്ന ഒരു പയ്യൻ പറഞ്ഞത് അവന് കർമ്മദോഷമുണ്ട്, ഭയങ്കര തലവേദനയാണ്, കർമ്മദോഷമുണ്ടെന്ന് പറയുന്നു. ഈ ഹീലർ, സോക്കോൾഡ് ഹീലർ പറഞ്ഞത് കർമ്മദോഷമുണ്ട്, ആ കർമ്മദോഷം മൊത്തം മാറ്റണമെങ്കിൽ ഞാനും എൻ്റെ കൂടെയുള്ള 3 ഹീലേഴ്സും ഒരുമിച്ചിരുന്ന് ഹീൽ ചെയ്യണം. 80,500 രൂപയാണ് പയ്യൻ്റെ നിന്ന് വാങ്ങിച്ചത്. കണ്ണൂരിൽ നിന്ന് വന്ന പയ്യൻ എന്നോട് പറയാം, 3 പേര് ഒരുമിച്ച് ഹീൽ ചെയ്യുന്നുണ്ടോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇത് പ്രത്യക്ഷത്തിൽ ഞാൻ അങ്ങനെ ഓൺലൈൻ ഹീലിംഗ് അതുകൊണ്ട് ഞാൻ നിരുത്സാഹപ്പെടുത്താറേ ഉള്ളൂ. ഇപ്പോൾ ചിലർ എന്നെ വിശ്വാസമുള്ളവർ പറയും സാർ ഹീൽ ചെയ്തോളൂ എന്ന് പറയുന്നവരെന്ന് ഓക്കെ, ഞാൻ ഇത്ര ഒരു തുക, ചെറിയ അതും ഇത്രയൊന്നും വലിയ തുക ഞാൻ ജന്മത്ത് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങിച്ചെങ്കിൽ ഇന്ന് വലിയൊരു കോടീശ്വരനായിട്ടിരിക്കേണ്ടതാണ് രാഹുലിൻ്റെ മുമ്പിൽ. പക്ഷേ എനിക്ക് ജീവിച്ചു പോകാനുള്ളതും അതിലധികം ഉള്ളതും ദൈവം തരുന്നുണ്ട്, ആളുകൾ വിശ്വാസമുള്ളവർ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ചൂഷണത്തിനുള്ള മെത്തേഡായിട്ട് എടുക്കുമ്പോൾ ഈ ഹീലറുടെ തന്നെ കഴിവ് നഷ്ടപ്പെടും. കാരണം ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഡിവൈൻ ആക്ടിവിറ്റിയാണ്. ആ ഒരു ഡിവൈൻ ആക്ടിവിറ്റിയിൽ നമ്മൾ നെഗറ്റിവിറ്റി ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവിനിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. പക്ഷേ ഇതൊരു അത്ഭുത ശക്തിയാണ്. ഇപ്പോൾ നമുക്ക് പലപ്പോഴും പറയും ഹീലർമാർ ഒരു അത്ഭുത ശക്തിയുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് പ്രകൃതിയായിട്ട് കൊടുക്കുന്ന അത്ഭുത ശക്തിക്ക് അവർക്കൊരു പേയ്മെന്റ് പറയുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. തെറ്റില്ല എന്ന് എനിക്ക് യോജിപ്പുണ്ട്, തെറ്റില്ല. ഇപ്പോൾ ഞാൻ പറയട്ടെ, രാഹുൽ എൻ്റെ അടുത്ത് വന്നു, 10-20 വർഷമായിട്ടുള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു 10-15 വർഷമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇതുവരെ ആ ബാധാദോഷം മാറിയിട്ടില്ല. നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് മാറി. സന്തോഷത്തോടു കൂടി രാഹുലിൻ്റെ കയ്യിലും കാശുണ്ട്, സാറേ ഇന്ന് പിടിച്ചോ, ഒരു 10,000 രൂപ കൂടി പിടിച്ചോ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി വാങ്ങിക്കാം. പക്ഷെ പലരും നേരത്തെ തന്നെ നിശ്ചയിച്ചു വയ്ക്കുകയാണ് അവരുടെ റേറ്റ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വെറും നാമമാത്രമായ ഒരു തുക തന്ന ഒരു ലേഡിയാണ്, തൃപ്രയാർന്ന് വന്നൊരു ലേഡി. അവർ ഒറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഹീലായി പോയി. അത് ബാധാദോഷമായിരുന്നു. ഭർത്താവിൻ്റെ അമ്മ അവരിൽ നിൽക്കുന്നുണ്ട്. ആ ബാധാദോഷം അവിടെ വെച്ച്, അതും നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നെ പലരും കളിയാക്കി, ചിലപ്പോൾ പ്രേക്ഷകർ പലരും ചിന്തിച്ചാണ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോയിൽ രോഹിത് ഭായി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെൻഡുലം വെച്ചിട്ട് ഒരു ഫോട്ടോയിൽ എനർജി എടുക്കുന്ന കാണിച്ചു. കഴിഞ്ഞ ആഴ്ച നടന്ന 2 സംഭവങ്ങൾ ഞാൻ പറയാം. അതിൽ ഞാൻ അവരുടെ ഫോട്ടോ എടുത്തു. എൻ്റെ റൂമിനകത്ത് കയറുന്നതിന് മുമ്പുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് എടുത്തു. അകത്ത് കയറിപ്പോയി ഈ എൻറ്റിറ്റി മാറി നിൽക്കുകയാണ്, മനസ്സിലായോ? അത് പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത ഫോട്ടോയിൽ ഞാനൊന്ന് സൂം ചെയ്തിട്ട് തിരുനെറ്റിക്ക് കൈ വെച്ചിട്ട് നമ്മൾ കമാൻഡ് കൊടുത്തപ്പോൾ അപ്പം തന്നെ ഉള്ളിരിക്കുന്ന ആൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. 33 വയസ്സുള്ളൊരു ലേഡിയായിരുന്നു, എറണാകുളം ഭാഗത്തുനിന്ന് വന്നേ. അപ്പോൾ അവരിൽ ഈ 18 വർഷമായിട്ട് അവരുടെ ശരീരത്തിലിരിക്കുന്ന 43 വയസ്സുള്ളൊരു ആണാണെന്ന് വെളിപ്പെടുത്തിയിട്ട് പുറത്തേക്ക് വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയം എന്ന് വെച്ചാൽ അയാളുടെ പേര് പോലും ആ എൻറ്റിറ്റി മറന്നുപോയി. അയാളുടെ യഥാർത്ഥ രൂപം എന്താണ്, അയാൾ ആരായിരുന്നു എന്നുള്ള അയാൾ ഓർക്കുന്നില്ല. 43 വയസ്സിൽ മരിച്ചു എന്നറിയാം. അത് സ്വാഭാവിക മരണമല്ല.
അതിനുശേഷം ഈ സ്ത്രീയുടെ ശരീരത്തിൽ 15 വയസ്സ് തുടങ്ങി 33 വയസ്സ് വരെ 18 വർഷം അതിരിക്കുകയാണ്. ക്യാൻ യു ഇമാജിൻ? ഭർത്താവ് എടുത്തിരിക്കുക. ഈ സ്ത്രീയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഭാര്യ മടുത്തു സാറേ, ഇത് അന്യൻ്റെ കൂടെ ജീവിക്കുന്ന പോലെയാണ്. അന്യൻ സിനിമയിൽ കാണുന്നില്ലേ, അതുപോലെ മണിച്ചിത്രത്താഴ് ലെവലിലുള്ള ഒരു ലേഡിയുടെ കൂടെ ജീവിക്കുന്ന അവസ്ഥ എന്തായിരിക്കും? ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ പെട്ട ഒരു പയ്യനാണ്, 40 വയസ്സുള്ള ഒരു പയ്യനാണ്. ഈ കുട്ടിക്ക് ഒരു 33 വയസ്സുണ്ട്. അപ്പോൾ ഈ കുട്ടി റൂമിൽ വന്നിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ സാവകാശം വളരെ സമാധാനത്തോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ ഈ എൻറ്റിറ്റിയിൽ ഞാൻ കമാൻഡ് കൊടുത്തപ്പോൾ അത് പുറത്തേക്ക് വരികയും ചെയ്തു. കാര്യങ്ങൾ പറഞ്ഞു. എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ കൊല്ലാനാണ്. ആരെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ കൊല്ലാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു 18 വർഷമായിട്ട് കൊല്ലാൻ ഞാൻ എന്താ? അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പല എൻറ്റിറ്റികളും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങൾ കോൺഷ്യസ്നെസ് ലെവലുണ്ട്, കോൺഷ്യസ്നെസ് സീഡുണ്ട്, അതായത് ബോധവിത്തുണ്ട്. നമ്മൾ മരിക്കുമ്പോൾ ഇത് പോവും. അപ്പോൾ ആത്മാവിൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, എംബഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രാഹുൽ എന്താണോ, ബിനോയ് ജോൺ എന്താണോ, അത് തന്നെയാണ് മരിച്ചാലും ചിന്തിക്കാൻ പോകുന്നതൊക്കെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വേറൊരാളിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിട്ട് മരുമകളും അമ്മയും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മരുമകളിൽ കയറിയിരുന്നിട്ട് മരുമകൾ പ്രശ്നമായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഈ എൻറ്റിറ്റിയെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവർക്ക് എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു ഇളയ മകൻ, ആ കൂടെ വന്നേക്കുന്നത് ഇളയ മകനും ഭാര്യയാണ്. ഇളയ മകൻ ഒന്നും കൂടി അവർക്ക് ശേഷക്രിയകൾ ചെയ്യണം, അത്രയുള്ള ഒരു ആഗ്രഹം. അത് ചെയ്യാമെന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ച് മകനപ്പോഴേക്കും ഭയങ്കര സ്നേഹമായിരുന്നു അമ്മയോട്. ഒരു മരുമകളും അമ്മായിയും തമ്മിൽ സ്നേഹം എന്ന് പറയുമ്പോൾ എത്ര നല്ല ഒരു അമ്മയായിരിക്കണം അവരെന്ന് നമുക്ക് ഉദ്ദേശിക്കാമല്ലോ. അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ ഈ എൻറ്റിറ്റി വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ ആ എൻറ്റിറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു? എൻ്റെ ഇളയ മകൻ ഒന്നും കൂടി എനിക്കൊന്ന് ശേഷക്രിയകൾ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഓരോ ആത്മാവിനും ഓരോ ലക്ഷ്യങ്ങളാണുള്ളത്. ഇപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിലിരുന്ന ആത്മാവിനുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ആസ്വദിക്കുന്നതെല്ലാം അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി സെക്സിൽ ഏർപ്പെടുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സുഖം പിടിച്ച് 18 വർഷം അങ്ങ് ഇരുന്നു. അത് ഒറ്റ നടക്കി പോകുന്ന ഒന്നല്ല. ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ, അതും ഡിജിറ്റൽ രൂപത്തിലുള്ള നമ്മുടെ മൊബൈലിലെടുത്ത ഫോട്ടോയിലാണ് ഞാൻ ആ കൈ വെച്ചിട്ട് കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അത് അങ്ങനെ വന്നല്ലോ. ആ തൃപ്രയാർന്ന് വന്ന് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വന്ന സ്ത്രീയിൽ സംഭവിച്ചതാണ്. സ്വന്തം അമ്മയാണ്, ഭർത്താവിൻ്റെ അമ്മയാണ്. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ആളുടെ വ്യക്തിത്വമൊന്നും ഞാൻ പറഞ്ഞു തരില്ല, പക്ഷെ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം രാഹുലിന്. ആ സ്ത്രീയിലും അതുപോലെ തന്നെ ഫോട്ടോയിൽ ഞാൻ കൈ വെച്ചിട്ട് കമാൻഡ് കൊടുത്തു. കണ്ണുകളിലേക്ക് നോക്കും, അത് കഴിഞ്ഞ് ഞാൻ കണ്ണടയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് അവരുടെ തലത്തിലാണ്, അവരുടെ ഫ്രീക്വൻസിയിലാണ്, ആത്മാക്കളിരിക്കുന്ന ഫ്രീക്വൻസിയിലാണ്. അവിടേക്ക് ആ കമാൻഡ് ചെന്നാൽ മാത്രമാണല്ലേ. പിന്നെ എല്ലാവരും പറഞ്ഞാൽ ഇതളകണ്ടതല്ലേ. എന്തുകൊണ്ട് നമ്മുടെ റൂമിൽ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ കമാൻഡ് കൊടുക്കുമ്പോൾ ഈ നമ്മൾ കൊടുക്കുന്നത് ഫോട്ടോയിലാണ്, അല്ലാതെ ആ വ്യക്തിയിലേക്കല്ല, ഉടനെ അല്ല. പക്ഷേ ആ വ്യക്തിയിൽ ആ പ്രഭാവം ഉണ്ടാവുന്നുണ്ട്, അത് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അത് എങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഇത് ഒറ്റത്തവണ കൊണ്ട് ആ സ്ത്രീയിൽ ഒഴിഞ്ഞുപോയി. പല സ്ഥലത്ത് പോയ സ്ത്രീയാണ്, അവിടെ പറ്റിക്കപ്പെട്ട് കുറേ കാശും പോയിട്ടുണ്ട്, പൂജാകർമ്മങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ പൂജാകർമ്മങ്ങൾ നടത്തിയ സമയത്ത് ചെറിയൊരു ആശ്വാസം ഉണ്ടായി, 2-3 മാസം അല്ലെങ്കിൽ 5-6 മാസം. അത് കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാണ്. ഇതിൻ്റെ യഥാർത്ഥ പരിഹാരങ്ങൾ എന്താണ്? ഹീലിംഗ് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ഇതിന് പരിഹാരങ്ങൾ പലതുണ്ട് രാഹുൽ. ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ സംസ്കാരത്തിൽ ഉടലെടുത്തിട്ടുള്ള പല മന്ത്രങ്ങളും പൂജകളും ഇതിന് വിധിയുണ്ട്. ശരിക്കും അത് കറക്റ്റ് അറിയാവുന്നവർ ചെയ്യണം. ഈ ചെയ്യുന്ന ആൾക്ക് ഡിവിനിറ്റി വേണം. ചെയ്യുന്ന ആൾക്ക് ഡിവിനിറ്റി ഇല്ല എങ്കിൽ, വിശുദ്ധി ഇല്ല എങ്കിൽ ഒരിക്കലും ഒരു മന്ത്രത്തിന് അതിൻ്റെതായ ഫലസിദ്ധി ഉണ്ടാവില്ല. അതായത് ആ സിദ്ധി ഉള്ള ഒരാളായിരിക്കണം, ദീക്ഷയോടുകൂടി, മന്ത്രദീക്ഷയോടുകൂടിയൊക്കെ. ഞാൻ മന്ത്രസിദ്ധി ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്, താന്ത്രിക പ്രയോഗമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ താന്ത്രിക വിധി പ്രകാരമാണ് ചെയ്യുന്നത്. നമ്മളവിടെ കളം വരയ്ക്കുകയോ അല്ലെങ്കിൽ അവര് കൊടുക്കുന്നത് താന്ത്രിക വിധി പ്രകാരമാണ്. ശരിക്കും അത് താന്ത്രിക വിധിയാണ്. ശരിക്കും തന്ത്രമാണ്. കാരണം ഒന്നിനെ നമ്മൾക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെ തന്ത്രം ഉപയോഗിച്ചല്ലേ കീഴടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പല രീതിയുണ്ട്, മന്ത്രം, തന്ത്രം, അങ്ങനെ പല രീതികളുണ്ട്. യന്ത്രങ്ങൾ ഒരു രീതിയാണ്. യന്ത്രത്തിൽ ഇപ്പോൾ ഈ ഒരു ക്രിസ്റ്റലിൽ നമ്മൾക്ക് ഒരു എനർജി സന്വേഷിപ്പിക്കാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും എനർജി. ആ എനർജി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഒരാളായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്റ്റലിന് അവിടെ പവർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ക്രിസ്റ്റലിന് വല്ല പവർ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഈ ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യം ഡിവിനിറ്റി വേണം. അതില്ലെങ്കിൽ ഈ ഡിവിനിറ്റി ഒരു കാലത്ത് ഡിവിനിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ കയ്യിൽ കാശ് വരാനും അഹങ്കാരമൊക്കെ വന്നു തുടങ്ങുമ്പോൾ ആളുകൾ ചൂഷണം ചെയ്യുന്ന തലത്തിലേക്ക് പോയിട്ട് ഡിവിനിറ്റി നഷ്ടപ്പെട്ട ആളുകളെ എനിക്കറിയാം. ഞാൻ ആരുടെയും പേര് വിളിച്ച് പറയുന്നില്ല, എനിക്ക് അറിയാവുന്നതാണ് പലരെയും. അവരുടെ അടുത്ത് പോയവർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അവർക്ക് പറ്റാത്ത എന്തുകൊണ്ടാണ്. ഇത് അവിടെ പോയിട്ട് ഇവിടെ വരുമ്പോൾ ഒറ്റ സെഷനിൽ തീരുകയാണ് പ്രശ്നം, ബാധാദോഷം തന്നെ. അപ്പോൾ ഒരു പാത ഒഴിപ്പിക്കുന്നതിന് 2 തവണ 12,500 വെച്ച് ഈടാക്കുന്ന ഒരാളെ എനിക്കറിയാം. അത് ഒറ്റ തവണ ഒഴിഞ്ഞു പോകണമെങ്കിൽ 25,000 രൂപയാണ്.
എൻ്റെ അടുത്ത് വരുമ്പോൾ ഇത്രയൊന്നും ആരും തന്നിട്ടില്ല, വാങ്ങിച്ചിട്ടുമില്ല ഉള്ള കാര്യം ഞാൻ പറയാം. പക്ഷെ അവരുടെ പ്രശ്നം തീർന്നി. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ കൊടുക്കുന്ന പൈസയിലല്ല കാര്യം. പിന്നെ നമുക്ക് തോന്നുകയാണ് 18 വർഷമായിട്ടുള്ള എൻ്റെ പ്രശ്നം തീർത്തു. അപ്പോൾ രാഹുലിന് തോന്നുകയാണ് അയാൾക്ക് ഒരു 10-15 രൂപ കൂടി കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു 20,000 രൂപ കൊടുക്കാം, സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ വാങ്ങിക്കും കിട്ടും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ പിടിച്ച് പറിച്ച് വാങ്ങിക്കാൻ പാടില്ല. പക്ഷേ ഇതിനൊരു വിലയുണ്ട്. യഥാർത്ഥത്തിൽ ഹീലിംഗ് കഴിവുള്ള ഒരാളാണെങ്കിൽ ആ ഹീലിങ്ങിന് നല്ല വാല്യൂ ഉണ്ട്. കാരണം പല സ്ഥലത്തും പോവാത്തതാണല്ലോ ഇവിടെ വരുമ്പോൾ ഒഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനൊരു വാല്യൂ ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കണം എന്നുള്ളത് നല്ലത് തന്നെയാണ്. കാരണം ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഇപ്പോൾ രാഹുൽ ചോദ്യം ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു, അല്ലേ? ഭൂമിയിലെ പ്രതിഭാസം നോക്കുക. ജലാശയങ്ങളിലുള്ള ജലം അത് ഇവാപ്പറേറ്റ് ചെയ്യുന്നു, ബാഷ്പീകരിച്ച് മേലേക്ക് പോകുന്നു, തിരിച്ചു വരികയാണ് അത് വീണ്ടും മഴയായിട്ട്. ഇപ്പോൾ അത് മഴക്കാലമല്ലേ? അപ്പോൾ ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. നമ്മൾ പണ്ട് ദക്ഷിണ കൊടുത്തിട്ടാണ് ഒരു പാട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഉപകരണം പഠിക്കാനോ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു വെറ്റിലെ അടക്കയൊക്കെ വെച്ചിട്ട് ദക്ഷിണ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്, കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. ഈ ലോകത്തെല്ലാം നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ബഹുമാനം തന്നു കഴിഞ്ഞാലല്ലേ എനിക്ക് അത് തിരിച്ചു കിട്ടുകയുള്ളൂ. സ്നേഹം കൊടുത്താലല്ലേ ഒരു കുട്ടിയെ സ്നേഹിക്കുകയുള്ളൂ തിരിച്ച്, ഒരു വ്യക്തിയാണെങ്കിലും. അപ്പോൾ ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. അവിടെ ആ ഒരു സൈക്കിൾ പൂർത്തിയാവണമെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് എന്ന് നമ്മൾ പറയുമെങ്കിലും എനർജി എക്സ്ചേഞ്ച് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം. അതായത് എനർജി, നമ്മൾ കൊടുത്ത എനർജിക്ക് അവരൊരു എക്സ്ചേഞ്ച് ആയിട്ട് ഇങ്ങോട്ട് തരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു മനുഷ്യനാണ്, നമുക്ക് കുടുംബമുണ്ട്, ജീവിച്ചു പോകണം. അപ്പോൾ എന്താണ് അവർക്ക് ആവശ്യം? അവർക്ക് ആവശ്യമുള്ളത് പണമാണെങ്കിൽ ആ പണമായിട്ട് കൊടുക്കുമ്പോൾ അവിടെ ആ ചാക്രിക പ്രവാഹം അവിടെ കറക്റ്റായിട്ട് നിലനിൽക്കുകയാണ്. അത് തരാതെ പോയി കഴിഞ്ഞാൽ എനർജിയാണ്. തീർച്ചയായിട്ടും പണം തീർച്ചയായിട്ടും ഒരു എനർജിയാണ്. അപ്പോൾ ആ എനർജി കൊണ്ട് ഈ എനർജിയെ എന്ത് ചെയ്യുന്നു? നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. ശരിക്കും അത് ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണത്. പണമാണെങ്കിൽ പോലും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചിലവഴിച്ചൊരു പണം ചിലപ്പോൾ മംഗലാപുരത്തോ മുംബൈയിലോ ഒരു എത്തിയിട്ടുണ്ട്, ഒരു യാത്ര ചെയ്ത ഒരാളിലൂടെ ചിലപ്പോൾ അത് കൈമാറ്റം ചെയ്ത് അങ്ങനെ പോകും. അതങ്ങനെ കൈമാറ്റം ചെയ്തു പോകും. അതാണ് പണം ഇന്ന് വരും നാളെ പോകും എന്നൊക്കെ പറയുന്നത്. അത് വരും പോകും എന്ന് പറയാൻ കാരണം എനർജിയാണ്. ഇപ്പോൾ നമ്മളിവിടെ ജനൽ തുറന്നിട്ട് ആ കാറ്റ് വരും പോവും, അല്ലേ? വായുവിൻ്റെ പ്രവാഹം എന്ന പോലെ തന്നെയാണ് പണവും. അതാണ്. അപ്പോൾ ഈ ഹീലിങ്ങിൽ മെയിനായിട്ട് അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. 20 ദിവസം 30 ദിവസം അല്ലെങ്കിൽ 90 ദിവസം എന്നൊന്നും പറഞ്ഞ് ഹീലിംഗ് ഇല്ല ശരിക്കും. പിന്നെ ചിലർ ആവശ്യപ്പെടും, സാറേ ഒരാഴ്ചത്തേക്കോ ഒരു 14 ദിവസത്തേക്കോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ വിശ്വാസമുള്ളവർ, ഇതിനു മുമ്പ് വന്നിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാതെ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ 90 ദിവസത്തെ ഹീലിങ്ങിന് വലിയൊരു തുക മേടിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം അത് തെറ്റായ നടപടിയാണ്, ചൂഷണമാണ്. ശരിക്കും ഹീലിങ്ങിൻ്റെ വില നശിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഹീലേഴ്സാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഹീലിങ്ങിന് വരുന്ന ഒരാൾക്ക് റേക്കി പഠിക്കണം എന്ന് അയാൾ അത്ര ആഗ്രഹം പ്രകടിപ്പിച്ച് വന്ന് അയാളുടെ എനർജി ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ദീക്ഷ കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്ന ഒരു മാസ്റ്റർ ലെവലിൽ വരെ കൊടുത്തു, അതിൻ്റെ പൈസയും മേടിച്ചെടുത്തു, ഒരു റേക്കി മാസ്റ്ററുടെ അടുത്ത് ചെന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരികയാണ്, സാറേ എനിക്ക് ഫലം കിട്ടിയില്ല, റേക്കി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേക്കി പഠിക്കാൻ ഇവൻ എന്ത് യോഗ്യതയുണ്ട്? ശരിക്കും ഇങ്ങനെ കൊടുക്കേണ്ടതല്ല ഇതൊന്നും. ഗുരുമുഖ വിദ്യകൾ വെറുതെ ഒരു ട്രെയിനിങ് പോലെ കൊടുക്കേണ്ട ഒന്നല്ല. അത് ഇപ്പോഴത്തെ കാലത്ത് മോഡേൺ യുഗത്തിൽ വന്നപ്പോൾ നിങ്ങൾ ഇത്ര പണം അടച്ചാൽ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. പലതും സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ലാത്ത സർട്ടിഫിക്കറ്റുമാണ്. ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റ് അംഗീകൃതമാണ്. ആർക്കെങ്കിലും റേക്കി പഠിക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നോക്കും ഈ വ്യക്തി എങ്ങനെയാണെന്ന്. ഞാൻ ഈ റേക്കി പഠിപ്പിച്ച ആൾക്കാർ വളരെ കുറവാണ്. മാസ്റ്റർ ലെവലിലേക്ക് ആരെയും വിട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? മാസ്റ്റർ ആവണമെങ്കിൽ അത്രയും ലെവലിൽ അവർക്ക് നോളജും എക്സ്പീരിയൻസും വേണം. മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളെ പഠിപ്പിക്കേണ്ട ആളാണ്, വെറുതെ ഒരാളെ മാസ്റ്റർ ആക്കരുത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആളുകൾ കാശ് കിട്ടുമല്ലോ. മാസ്റ്റർ ലെവലിൽ വരുമ്പോൾ ഒരു 15,000 രൂപ 20,000 രൂപയൊക്കെ മേടിച്ചിട്ട് ഹീലിംഗ് അങ്ങ് ഒരു ദീക്ഷ അങ്ങ് കൊടുത്തു വിടും. പക്ഷേ ഈ കൊടുത്തവന് പ്രയോജനമുണ്ട്, കിട്ടിയവനൊരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം മാസ്റ്റർ ലെവലിലേക്ക് എത്താനുള്ള ഒരു യോഗ്യത വേണ്ടേ? നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതാതെ, നീറ്റിൻ്റെ എൻട്രൻസ് എഴുതാതെ നമ്മൾക്ക് ആ ലെവലിലുള്ള ഒരു എക്സാം എഴുതി പാസ്സാവാതെ നമുക്ക് ആ ആളാവാൻ പറ്റുമോ? ഒരു ഡോക്ടർ ആവാനോ പറ്റുമോ? എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു മിനിമം യോഗ്യത ഉണ്ട് ഇതിന്. ആ യോഗ്യതയില്ലാത്ത ഒരാളെ പഠിപ്പിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പഠിപ്പിക്കലധികം പ്രോത്സാഹിപ്പിക്കാറില്ല. അത്രയ്ക്കധികം ആഗ്രഹമുള്ള എൻ്റെ ചക്രാധ്യാനം ഒക്കെ ചെയ്ത് സ്പിരിച്വൽ ലെവലിൽ ഒരു എലിവേഷനുള്ള ആൾക്കാരെ മാത്രം അത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ അവസാനം നമ്മൾ പഠിപ്പിച്ചിട്ട ആൾക്കാർ നമ്മുടെ പേര് തന്നെ നശിപ്പിക്കും. ഇവർക്കൊക്കെ അവസാനം ഇനി മാത്രമല്ല അതിൽ കർമ്മദോഷം ഉണ്ടാവും. ഞാനിപ്പോൾ രാഹുലിന് ഇതിലും താല്പര്യമില്ലാത്ത ഒരാളാണ്. രാഹുലിനെ ഞാൻ നിർബന്ധിച്ചു. എൻ്റെ അടുത്ത് ഹീലിങ്ങിന് വന്നപ്പോൾ റേക്കി ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലൊക്കെ ഒരുമിച്ചൊക്കെ തന്നു. നല്ലൊരു തുകയും വാങ്ങിച്ചു. ഇത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ഞാനല്ലേ, ആ കർമ്മഫലം ഞാൻ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കർമ്മദോഷങ്ങൾ മാറ്റിക്കൊടുക്കാം.
മലബാർ സമ്പ്രദായത്തിലൂടെ ചെയ്യും, ഈ സമ്പ്രദായത്തിലൂടെ ചെയ്യും, ഏത് സമ്പ്രദായത്തിലൂടെ ചെയ്താലും ശരി, കർമ്മഫലം, എനിക്കുള്ള കർമ്മഫലം രാഹുൽ അല്ല അനുഭവിക്കേണ്ടത്, മാറ്റേണ്ടത് ഞാൻ തന്നെയാണ്. രാഹുലിൻ്റെ കർമ്മഫലം രാഹുൽ തന്നെയാണ് അനുഭവിക്കേണ്ടത്. കർമ്മഫലമൊക്കെ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. 3000 രൂപയ്ക്ക് കർമ്മദോഷം തോർക്കുന്ന ആൾക്കാരെ കൊണ്ടിവിടെ ഒരിക്കലും സാധ്യമല്ല. ഞാൻ ചെയ്യാറുമില്ല. ഞാൻ പറയും നിങ്ങളുടെ കർമ്മദോഷങ്ങൾ ഞാൻ മാറ്റില്ല. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ നല്ല ആൾക്കാരുടെ അടുത്ത് ചെല്ലുന്നത് ഹീലിംഗ്. അവിടെ നിന്ന് നമ്മൾ ക്യാഷ് കൊടുക്കുകയും ചെയ്യും, അവർക്ക് ഫലം കിട്ടുകയും ചെയ്യും. നമ്മൾ കർമ്മദോഷമുള്ള ഒരാളാണെങ്കിൽ ഒരു 5-8-10 പേര് അല്ലെങ്കിൽ 10-20 പേരുടെ അടുത്ത് പോയി കറങ്ങി തിരിഞ്ഞ് 2-2.5-3 ലക്ഷം രൂപ കളഞ്ഞിട്ടായിരിക്കും അവസാനം എത്തുന്നത്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ കർമ്മദോഷം തന്നെ. കർമ്മദോഷം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ എനർജി, എൻ്റെ ഓറ, അതാണ് ആളുകൾക്ക്, പ്രേക്ഷകർക്ക് അത് കിട്ടുമ്പോൾ കിട്ടുന്നത്. അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ആൾക്കാർ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതായത് രാഹുലിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്നിലൂടെ സംഭവിക്കണമെങ്കിൽ മാത്രം രാഹുൽ എൻ്റെ ഹീലിംഗ് റൂമിൽ വരട്ടെ, ഹീലിംഗ് ചെയ്യപ്പെടട്ടെ. ഇതാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ലോകത്തുള്ളവരെല്ലാവരും വരട്ടെ, 100 പേര് വന്നു, 90 പേർക്ക് ഫലമില്ല, 10 പേർക്ക് ഫലം കിട്ടി എന്നുള്ള അവസ്ഥ വരരുതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു യഥാർത്ഥ ഹീലറാണ് ഞാൻ. ഒരു ദിവസം 4-5 കേസ് എടുക്കുള്ളൂ, അതിൽ കൂടുതൽ എടുക്കാറില്ല. ചില ഹീലേഴ്സിനെ കാണാം, നിരത്തി പിടിച്ച് 100 പേരെ ഇരുത്തും, 10-15 മിനിറ്റോ കൊടുക്കും, ഒരു സംഭവം ഉണ്ടാവുന്നുമില്ല. എന്ത് പ്രയോജനം? ഇവൻ കാശുണ്ടാക്കും, ഹീലർ കാശുണ്ടാക്കും. ഇതൊക്കെ ഹീലിങ്ങിനെ തട്ടിപ്പുകളാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തട്ടിക്കുന്ന ലെവലിലേക്ക് പോകാറില്ല. കാശുള്ളവരിൽ നിന്ന് മാന്യമായിട്ട് കാശ് വാങ്ങിക്കാം. കാശില്ലാത്തവരാണെങ്കിൽ ഇല്ലാതെ ചെറിയ നാമമാത്രമായ തുക വാങ്ങിച്ചിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ചിലർ തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കാശും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ്.